ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പേര് മാറ്റുന്നു. പുതിയ പേര് വീട്ടമ്മ പെൻഷൻ എന്നാണ്. തുക 1000 രൂപയിൽ നിന്ന് 3000 രൂപ ആക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പെൻഡിംഗ് തുക അക്കൗണ്ടിൽ എത്തി തുടങ്ങി. LDF സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയ പെൻഷൻ തുകയാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ ലഭിക്കുന്നത്. വിധവ അല്ലാത്ത, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ കൊടുത്തിരുന്നു. 1000 രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ വരുന്നത്. പ്രായം 35 നിന്നും 18 വയസ്സാക്കുന്നു. ഈ മാറ്റം 2026 ജൂലൈ 1 മുതൽ നടപ്പാക്കും. LDF സർക്കാരിന്റെ കാലത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ തുക മുടങ്ങിയിരുന്നു. 2026 മെയ് 20 മുതൽ ഈ കുടിശ്ശിക കൊടുത്തു തുടങ്ങും. ആദ്യം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് വരുന്നത്, പിന്നെ സഹകരണ ബാങ്ക് വഴി വീട്ടിൽ കൊണ്ടുവരും. ജൂൺ 15 മുമ്പ് 18 ലക്ഷം പേർക്കും കൊടുത്തു തീർക്കുമെന്നാണ് സാമൂഹ്യനീതി വകുപ്പ് പറയുന്നത്. ജൂൺ 15 കഴിഞ്ഞിട്ടും പൈസ വന്നില്ലെങ്കിൽ 3 കാര്യം ചെയ്യണം. 1, പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക. 2, ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 3-മത്തേത് വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ അടിച്ച് സ്റ്റാറ്റസ് നോക്കുക. പെൻഡിംഗ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ജൂലൈയിൽ നടക്കുന്ന പെൻഷൻ അദാലത്തിൽ പറഞ്ഞാൽ മതി. UDF പ്രകടന പത്രികയിൽ 11ാം വാഗ്ദാനമാണിത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 നിന്ന് 3000 ആക്കും. പേര് വീട്ടമ്മ പെൻഷൻ എന്നാക്കും. പ്രായം 35 നിന്ന് 18 ആക്കി കുറയ്ക്കും. ഇപ്പോൾ UDF ജയിച്ചപ്പോൾ ഈ വാഗ്ദാനം നടപ്പിലാക്കും. 2026 ജൂൺ 15-ന് UDFന്റെ ആദ്യ ബജറ്റ് വരും. ആ ബജറ്റിൽ വീട്ടമ്മ പെൻഷന് വേണ്ടി 6500 കോടി രൂപ മാറ്റിവെക്കും. 2026 ജൂലൈ 1 മുതൽ എല്ലാ മാസവും 3000 രൂപ കിട്ടിത്തുടങ്ങും. ജൂലൈ 1-ന് ജൂൺ മാസത്തെ പെൻഷൻ 3000 രൂപ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ 1000 രൂപ വാങ്ങുന്ന 18.18 ലക്ഷം സ്ത്രീകൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായി 3000 രൂപയായി മാറും. പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട, പുതിയ ഡോക്യുമെന്റ് കൊടുക്കേണ്ട. ജൂലൈ 1-ന് തന്നെ 3000 രൂപ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ 1000 രൂപയാണ് കിട്ടുന്നത്. ജൂലൈ മുതൽ 3000 രൂപ കിട്ടും. അതായത് മാസം 2000 രൂപ അധികം, വർഷം 24000 രൂപ അധികം ലഭിക്കും. ഈ തുക ഒരു കുടുംബത്തിന് വലിയ സഹായമാകും. ഇപ്പോൾ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നത്. UDF ഇത് 18 വയസ്സാക്കി കുറയ്ക്കുന്നു. 18 വയസ്സ് തികഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അപേക്ഷിക്കാം. വിവാഹം കഴിഞ്ഞവർക്ക് മാത്രമല്ല, അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ലഭിക്കും. പുതിയ നിയമങ്ങൾ പ്രകാരം 4 തരം റേഷൻ കാർഡുള്ളവർക്ക് ലഭിച്ചു തുടങ്ങും. 1, മഞ്ഞക്കാർഡ്. 2-മത്തേത് PHH പിങ്ക് റേഷൻ കാർഡ്. 3-മത്തേത് NPS കാർഡ്, നീല നിറമാണ്. 4-മത്തേത് NPNS കാർഡ്, വെള്ള നിറം. ഈ 4 കാർഡിൽ പേരുള്ള 18 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ കിട്ടിത്തുടങ്ങും. ഇതിൽ സർക്കാർ ജോലിയുള്ളവർക്ക് ലഭിക്കുന്നതല്ല. സ്വകാര്യ ജോലിയുള്ളവർക്ക് ശമ്പളം മാസം 10000 രൂപയിൽ കുറവാണെങ്കിൽ ലഭിക്കും. ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ലഭിക്കില്ല. വീട്ടമ്മമാർ, കൂലിപ്പണിക്കാർ, തൊഴിലുറപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ 18.18 ലക്ഷം പേരാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്. പ്രായം 18 ആക്കുമ്പോൾ പുതുതായി 12 ലക്ഷം പേർക്ക് കൂടി ഇത് ലഭിച്ചു തുടങ്ങും. ആകെ 30 ലക്ഷം സ്ത്രീകൾക്ക് മാസം 3000 രൂപ ലഭിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായി ഇത് മാറും. LDFന്റെ കാലത്ത് മഞ്ഞ, പിങ്ക് കാർഡുള്ളവർക്ക് മാത്രമാണ് 1000 രൂപ കൊടുത്തിരുന്നത്. നീലക്കാർഡ്, വെള്ളക്കാർഡുള്ള 8 ലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് വലിയ പരാതിയായിരുന്നു. UDF ഈ വിവേചനം നിർത്തുന്നു. മഞ്ഞ, പിങ്ക്, NPS, NPNS ഈ 4 കാർഡിലും പേരുള്ള 18 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ കൊടുക്കും. നീലക്കാർഡുകാർക്ക് ഇനി മുതൽ മാസം 3000 രൂപ ലഭിച്ചു തുടങ്ങും. ഇനി ഇതിൽ വെള്ളക്കാർഡുള്ളവരുടെ കുടുംബ വരുമാനം വർഷം 1 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ അവർക്ക് ലഭിക്കും. പഞ്ചായത്തിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്താൽ മതി. 1 രൂപ പോലും ചെലവില്ലാതെ തന്നെ. ഇപ്പോൾ 1000 രൂപ വാങ്ങുന്നവർക്കും ഒന്നും ചെയ്യേണ്ടതില്ല. ജൂലൈ 1 മുതൽ ഓട്ടോമാറ്റിക് ആയിട്ട് 3000 ആയി മാറും. പുതിയ ഫോം ഫില്ല് ചെയ്യേണ്ട, പുതിയ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ട, ബാങ്കിൽ പോകേണ്ട. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പുതിയ ആളുകൾക്ക് ജൂലൈ 1 മുതൽ അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്റേഴ്സിലോ പഞ്ചായത്തിലോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ്: 1, ആധാർ കാർഡാണ്. 2, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഈ 4 എണ്ണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഫീ ഒന്നുമില്ല, പൂർണ്ണമായും ഫ്രീ ആണ്. അപ്ലൈ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ സാങ്ഷൻ ആകും. അടുത്ത മാസം 1-ാം തീയതി 3000 രൂപ അക്കൗണ്ടിൽ വരും. ഉദാഹരണം, ജൂലൈ 10-ന് അപ്ലൈ ചെയ്താൽ ഓഗസ്റ്റിന് 3000 രൂപ ലഭിക്കും. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 27-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങും. UDF ഇത് മാറ്റുന്നു. എല്ലാ മാസവും 1-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് 30 ലക്ഷം സ്ത്രീകളുടെയും അക്കൗണ്ടിൽ 3000 രൂപ വരും. 1-ാം തീയതി ഞായർ അല്ലെങ്കിൽ സർക്കാർ ഹോളിഡേ ആണെങ്കിൽ തൊട്ടു മുമ്പുള്ള വർക്കിംഗ് ഡേയ്സിൽ പൈസ വരും. ഉദാഹരണം, 2026 നവംബർ 1 ഞായറാഴ്ചയാണ്. അപ്പോൾ ഒക്ടോബർ 31 വെള്ളിയാഴ്ച 3000 രൂപ എത്തിത്തുടങ്ങും. ഇപ്പോൾ 8 ലക്ഷം സ്ത്രീകൾക്ക് വീട്ടിൽ പെൻഷൻ കൊണ്ടുവരുന്നുണ്ട്. UDF ഇത് നിർത്തും. 100% പൈസയും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം വരും. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പഞ്ചായത്ത് വഴി 0 ബാലൻസ് അക്കൗണ്ട് എടുത്തു കൊടുക്കും. ATM കാർഡും കൊടുക്കുന്നതായിരിക്കും.
നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് നോക്കാം, 2 ആധാർ ബാങ്ക് ലിങ്ക് ഉണ്ടോ എന്ന് നോക്കാം, 3 മൊബൈൽ നമ്പർ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ 3 ശരിയാണെങ്കിൽ ജൂലൈ 1 3000 രൂപ ലഭിച്ചു തുടങ്ങും. ഈ വീഡിയോ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കാം. 30 ലക്ഷം സ്ത്രീകൾ അറിയേണ്ട കാര്യമാണ്. ജിയോ ഇറങ്ങിയാൽ ഉടനെ പുതിയ വീഡിയോ ഇടുന്നതാണ്. അതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും 3000 രൂപ വീതം ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.